ഹായ്, ഗുഡ് മോർണിംഗ്. മൻസൂറാണ്, പട്ടാമ്പിയിൽ നിന്ന് പേഴ്സണൽ വെൽനസ് അഡ്വൈസർ. ഇന്ന് അടുത്തൊരു സബ്ജക്റ്റ് നമ്മൾ നിസ്സാരമാക്കി കളയുന്നൊരു വിഷയമാണ് നമ്മളുടെ ഉറക്കം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫോണിൽ കളിച്ചോ, ടി വി കണ്ടോ, അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോള് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഉറക്കത്തെയാണ്. ഉറക്കം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ലൈഫിൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ കൊണ്ടു നടക്കുന്ന വാഹനത്തിലെ ടയറിലെ എയറിനെ, അതായത് കാറ്റിനെ ഓളം ഉപമിക്കാൻ പറ്റും നമുക്ക്. ആ വാഹനം സെൽഫ് കൺട്രോൾ, അതായത് ഡ്രൈവറുടെ കൺട്രോളിൽ പോകണമെങ്കിൽ അതിൽ എയർ കറക്റ്റ് ആവണം. ഇല്ലെങ്കിൽ വണ്ടിക്ക് ചാഞ്ചാട്ടം വരാൻ സാധ്യതയുണ്ട്, പാളാൻ സാധ്യതയുണ്ട്, പല സ്ഥലത്തേക്ക് ചെരിയാനും മറിയാനും വരെ സാധ്യതയുണ്ട്. അതേ അവസ്ഥയാണ് നമ്മൾ ഉറക്കം കറക്റ്റാക്കിയില്ലെങ്കിൽ. ഒരു 4 ദിവസം ഉറങ്ങാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ആഴ്ച ഉറങ്ങാത്തൊരു വ്യക്തി എന്നിട്ട് വെറുതെ ഒരു ലോയും പറഞ്ഞാൽ പോലും അവർ ദേഷ്യപ്പെടും. വെറുതെ ദേഷ്യപ്പെടുന്നൊരവസ്ഥ. എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് പ്രഷർ അടിക്കും. തികച്ച് 1 മാസം ഉറങ്ങാത്ത ഒരാൾ ചിലപ്പോൾ നാളെ ഡിപ്രഷന് ഗുളിക കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇതെല്ലാം വരുന്നത് നമ്മളെ ഉറക്കത്തെ നമ്മൾ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഉറക്കം ചെറിയ കുട്ടികളാണെങ്കിൽ ഒരുപാട് നേരം ഉറങ്ങണമെന്ന് പറയും. കാരണം എന്താ? അവർ ഉറങ്ങുമ്പോഴാണ് അവർ വളരുന്നത്. ഉറക്കം എന്തിനാണെന്നറിയോ? നമ്മൾ നഖം മുതൽ മുടി വരെ വളരുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മൾ ബോഡിയിൽ റിപ്പയറിങ് നടക്കണമെങ്കിൽ, ബോഡിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്ടിവിറ്റി നടത്തുമ്പോൾ പല ഡാമേജുകളും വരുന്നുണ്ട്. ആ ഡാമേജുകളെല്ലാം ശരിയാക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, കയ്യുമൊരു മുറി സംഭവിച്ചപ്പോൾ, ഇന്നലെ മുറി ഉണ്ടായിരുന്നു, ഉറങ്ങി നീച്ചപ്പോൾ മുറിക്ക് വാട്ടുണ്ട് അല്ലെങ്കിൽ ഉണക്കുണ്ട്. നെക്സ്റ്റ് ഡേ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ല പനി ഉണ്ടായിരുന്നു, ഒന്ന് കിടന്നുറങ്ങി നീച്ചപ്പോൾ പനി മാറിയിട്ടുണ്ട്. നമ്മൾ റിപ്പയർ ചെയ്യുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പോൾ ആ ഉറക്കം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ, കാലങ്ങളോളം നമ്മൾ റിപ്പയറിങ് നടക്കാത്തൊരവസ്ഥ വരും. ഈ റിപ്പയറിങ് നടക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ അസുഖത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈഫിൽ എത്ര മണിക്കൂർ ഉറങ്ങണം, എന്താണ്? അപ്പോൾ നമ്മൾ പറയും ജോലി ഉണ്ട്, ആ ജോലി ഈ ജോലി എല്ലാം കഴിച്ചാലും ഒരു 8 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് മുകളിലുള്ള ആൾ ഒരു 7 മണിക്കൂർ ഉറങ്ങാൻ സൂപ്പറായിട്ട് പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഷെഡ്യൂൾ ചെയ്താൽ മാത്രം, നമ്മളെ വർക്കിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ മാത്രം നമുക്കതിന് പറ്റും. നിങ്ങളെ വർക്കിനെ ഷെഡ്യൂൾ ചെയ്യാനും, നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയത്തെയും ആ ഉറങ്ങുന്ന സമയത്തിന് മുന്നേ എന്ത് ചെയ്യണം, ഉറക്കം വരാൻ എന്ത് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്കൊരു പേഴ്സണൽ വെൽനസ് അഡ്വൈസർ നിർദ്ദേശം തരും. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.